ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ പൊന്മുടിയിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ KSRTC ബസ്സിലാണ് കേട്ടോ പൊന്മുടിയിലേക്ക് പോയത്. അപ്പോൾ ആറ്റിങ്ങിൽ നിന്ന് ഡയറക്റ്റ് KSRTC ബസ് പൊന്മുടിയിലേക്കില്ല. നമ്മൾ നെടുമങ്ങാട് വിതിരയോ ഇറങ്ങിയിട്ട് വേണം. അവിടെ നിന്നാണ് ഡയറക്റ്റ് പൊന്മുടി ബസ് ഉള്ളത്. മോർണിംഗ് 6 മണി മുതൽ നെടുമങ്ങാട് ബസ് ത്രൂ ഔട്ട് ആറ്റിങ്ങൽ നിന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊന്മുടിയിലും പോകാനായിട്ട് എപ്പോഴും ബസ് നെടുമങ്ങാട് ചെന്നാലും നമുക്ക് കിട്ടും. മോർണിംഗ് ഒരു 8:30 മണിയായപ്പോഴാണ് കേട്ടോ ആറ്റിങ്ങൽ നിന്ന് യാത്ര തിരിച്ചത്. ഒരു 2 hours യാത്രയായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഗോൾഡൻ വാലിയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് ഗോൾഡൻ വാലി എന്നാണ്. മലയിളക്കിൽ വരുമ്പോൾ സ്വർണ്ണ താഴ്വര വെള്ളമായതുകൊണ്ട് ഇല്ലെങ്കിൽ ആ പഴയ കാലത്ത് സ്വർണം വിളഞ്ഞിരുന്ന സ്ഥലം. അവിടെ നിന്ന് സ്വർണം 82-ൽ ഒരു ഉരുൾപൊട്ടലിൽ അത് സ്വർണ്ണ കഞ്ഞിയൊക്കെ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മളെ വിശ്വാസം. അല്ലാതെ വേറെ എവിടെയും പോകില്ല. അത് ആ സ്ഥലമൊക്കെ കൊണ്ട് കാണിക്കാം. അത് അവിടെ അതുവരെ വിടും, ആള് വിടും. പക്ഷെ പാറ വടുക്കലായുണ്ട് ഇപ്പോഴും ആൾ അങ്ങോട്ട് ഇറക്കുന്നില്ല. ഇല്ലെങ്കിൽ അങ്ങ് വരെ പോകാം, കുളിക്കാം, വിശ്രമിക്കാം, ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനാണ് ഇവിടെ ഇറങ്ങുന്നത്. ഗോൾഡൻ വാലി ഇക്കോ ടൂറിസ്റ്റ് നിൽക്കുമ്പോഴേ നല്ല സൗണ്ടാണ്, ഒരു പ്രത്യേക സൗണ്ടാണ്. പേര് മാറ്റി എന്നാണ്. ഞങ്ങൾ ആദിവാസി കാണിക്കാരാണ്. അങ്ങോട്ട് ടോയ്ലറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമുക്ക് ബാത്റൂമിലൊക്കെ പോകാനുള്ളതൊക്കെ ബാത്റൂമിലൊക്കെ പോയതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങോട്ട് പൊന്മുടിയിലോട്ട് പോവാം. നല്ല ഒരു സൗണ്ടാണ്, ഭയങ്കര റഷൊന്നുമില്ല. ഇവിടെ നല്ല ഒരു ശാന്തമായ ഒരു സ്പേസ് ആണ്. ഇവിടെ വന്ന് കുറച്ച് നേരം നിങ്ങൾക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ പൊന്മുടിയിലോട്ട് പോകാം. ഇവിടം തൊട്ടാണ് കേട്ടോ ഈ കാടും മലയും ചുരമൊക്കെ കയറി പൊന്മുടിയിലേക്ക് പോകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ KSRTCയിലെ യാത്ര. കാര്യം അതിമനോഹരമായിരുന്നു. ഇതിനകത്തിരുന്ന് നമ്മൾ കാഴ്ചകൾ കണ്ടൊക്കെ ഇങ്ങനെ ഈ മഞ്ഞൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൊന്മുടിയിൽ ശരിക്കും വരാൻ പറ്റിയ ക്ലൈമറ്റ് നവംബർ ടു ഫെബ്രുവരി ആണ്. പക്ഷേ നമ്മൾ മഴയുള്ള ടൈമിലൊക്കെ വരുന്നാലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വകാര്യ അഹങ്കാരമായ പൊന്മുടി, ഞാൻ ശരിക്കും പറയും ഇത് ഭൂമിയിലെ സ്വർഗം തന്നെയാണെന്ന്. അത്രയും അതിമനോഹരമായിരുന്നു ദേ ഈ ഒരു ക്ലൈമറ്റ്. നമ്മളിവിടെ വന്നപ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ആളിനെ കാണാൻ വയ്യാത്ത ഒരു കോട വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടേക്ക് നമുക്കതിൻ്റെ ഇടയിൽ കൂടെ താഴോട്ട് പോകണം. ഇത് ഫോട്ടോ എടുക്കാം. അടിപൊളി നല്ല സ്ഥലത്തുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ലക്കായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോൾ ഇതേ പൊന്മുടി ഇതേ മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു. അതിമനോഹരമായിരുന്നു ഇവിടുത്തെ കാഴ്ച.
പൊന്മുടി ഭയങ്കര വൈബാണ്. ഇപ്പോൾ വന്നാൽ ഈ മഴയും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയും അതേപോലെ നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ഇറങ്ങി ഫുള്ള് ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാത്തിനും പറ്റുന്ന സൗകര്യമുള്ളൊരു എവിടെ നിന്നാലും കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ. എല്ലാവരും വരണം കേട്ടോ. അടിപൊളി വൈബാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം ഇവിടെ പൊന്മുടിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു അന്തരീക്ഷം ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇങ്ങനെ കോടമഞ്ഞിറങ്ങി ആരെയും നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അത്രയും നല്ല മഞ്ഞുണ്ട് ഇവിടെ. എന്തായാലും നല്ലൊരു വൈബാണ് കേട്ടോ. എല്ലാവരും വരാൻ പറ്റുന്നവരൊക്കെ ഇങ്ങോട്ട് വരണം. കൊള്ളാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കിടിലം ഒരു വൈബായിരുന്നു കേട്ടോ. ഇപ്പോൾ പൊന്മുടിയിൽ വരുന്നവർ ഈ ഒരു സ്പോട്ടും കൂടി ഉറപ്പായിട്ടും വന്ന് കാണണം. ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് അടിപൊളി വൈബാണ് കേട്ടോ. ഫോട്ടോയ്ക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഫുൾ വ്യൂ ആണ് കേട്ടോ. നല്ല കാറ്റും മഴയൊക്കെ കൊണ്ട് തണുത്ത് വിറച്ച് ഫുൾ നനഞ്ഞ് ഈ ഒരു കടയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കടകൾ പൊന്മുടിയുടെ സൈഡിൽ റോഡുകളിലെല്ലാം കാണാം. അപ്പോൾ ഞാനും മേടിച്ചു കേട്ടോ. ബ്രെഡും ഓംപ്ലേറ്റും ഒക്കെ ആയിട്ട് ഒരു കിടില സാധനം നല്ല ചൂടോടുകൂടി കഴിച്ചു കേട്ടോ. ബ്രെഡും മുട്ട ഓംപ്ലേറ്റും അങ്ങനെ നല്ല ചൂട് ചായയും പിന്നെ നല്ല തണുപ്പും കാറ്റും മഴയും ആഹാ അന്തസ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി പൊന്മുടിയിൽ നിന്ന് നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ പൊന്മുടിയിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.